ഹലോ ഫ്രണ്ട്സ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാമത്തെയാണ്. ബേസിക് എലമെൻസിൽ എട്ടാമത്തെ ഫ്രിൽസാണ്. ആദ്യം നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ഹംസ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഹംസ് ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ മുകളിൽ റാ പോലെ ഇങ്ങനെ കൊടുക്കണം. കറക്റ്റായിട്ട് ഒരേ അളവിൽ കൊടുക്കുക. വലുത് ചെറുതാക്കാൻ പാടില്ല, ഒരേ അളവിൽ. ഇതാണ് നമ്മൾ ഫ്രിൽസ് എന്ന് പറയുന്നത്. ഇങ്ങനെ റാ പോലെ കണ്ടോ. എന്നിട്ട് മേലെ അതിന് കുറച്ച് തൊട്ടടുത്തായിട്ടൊരു ചെറിയ ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുക. കട്ടിക്കിടണം. ആ ഗ്യാപ്പ് മുഴുവൻ മൊത്തത്തിൽ കവർ ചെയ്യണം. അടുത്തായിട്ട് ലൈൻ ഇടുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ഒരുപാട് ഗ്യാപ്പ് വിട്ടാൽ ഭംഗി ഉണ്ടാവില്ല. ഇതേപോലെ കണ്ടോ. ഇതിനെയാണ് നമ്മൾ ഫ്രിൽസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ കാണിക്കാം. ഹംസ് ഇട്ട് കൊടുക്കുക. റാ പോലെ ഇടുക. ചെറിയൊരു ലൈന് കുറച്ചടുത്തായിട്ട്, ഒരുപാട് ഗ്യാപ്പ് വേണ്ട. എന്നിട്ട് അതിന് നന്നായി പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ കറക്റ്റാവും. അതേപോലെ തന്നെ നമുക്ക് വേറൊരു സംഭവം കൂടിയുണ്ട്. ഇതേപോലെ തന്നെ ഇത് ലൈനായിട്ട്, ഇത് നിങ്ങൾ ഫില്ല് ചെയ്യിക്കുള്ളൂ. ഞാൻ പകുതി ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ മൊത്തത്തിൽ ഫില്ല് ചെയ്യുക. ഇതുപോലെ നേരത്തെ നമ്മൾ സ്പൈറൽ വരച്ചില്ലേ, അതുപോലെ സ്പൈറൽ വരയ്ക്കുക. സ്പൈറൽ ഫ്ലവറിലും ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ ഫ്രിൽസ്. ഇതുപോലെ ഫ്ലവർ വരച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ റാ പോലെ ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ചില ഡിസൈനിലൊക്കെ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് നിറയെ കാണും. എന്നിട്ട് ചെറിയൊരു ലൈനായിട്ട് വട്ടത്തിൽ, ഒരുപാട് ഗ്യാപ്പില്ലാണ്ട് കുറച്ച് ചെറിയൊരു ഗ്യാപ്പിൽ ഇങ്ങനെ വട്ടത്തിലിട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ടിട്ട് പിന്നെ നമുക്ക് അതിനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ വളഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ശരിയാവും. ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയും നമുക്ക് ഫ്രിൽസ് വരയ്ക്കാം. ഫ്ലവറിൽ ഫ്രിൽസായിട്ട് വരും. ഇനി അടുത്തത് 9th ആണ്. ബേസിക് എലമെൻസിൽ 9th ഡ്രോപ്സ് ആണ് കേട്ടോ. ഡ്രോപ്സ് ഇതുപോലെ നമ്മൾ ആദ്യം പഠിച്ചില്ലേ ഒരു ഡോട്ട് ഇടാൻ, അതുപോലെ നന്നായി വലിയൊരു ഡോട്ട് ഇട്ടിട്ട് അടിയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ടച്ച് ചെയ്യുക, പുഷ് ചെയ്യുക, അടിയിലേക്ക് ഇങ്ങനെ വലിക്കുക. 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. പ്രസ് ചെയ്യുക, പുഷ് ചെയ്തിട്ട് അടിയിൽ വലിക്കുക. ഇങ്ങനെ ബൾബ് പോലെ നിൽക്കണം കേട്ടോ, എന്നാലേ അത് ചന്തം ഉണ്ടാവുള്ളൂ കാണുമ്പോൾ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അടിയിലേക്ക് വരുമ്പോൾ അത് നന്നായിട്ടില്ല കണ്ടോ, വേറെ പോലെ. അത് തെറ്റാണ്. അതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്താലും തെറ്റാണ്.
ഇങ്ങനെ തന്നെ വലിക്കണം, എന്നാലേ കറക്റ്റായിട്ട് ഡ്രോപ്സ് കിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം ഇതുപോലെ ഇട്ട് വയ്ക്കുക, എന്നിട്ട് പിന്നെ കിട്ടാത്തവർക്ക് ഇതുപോലെ അടിയിൽ നിന്ന് മെല്ലെ വലിച്ചാൽ മതി. ഓക്കെ, ഇനി ഡ്രോപ്സ് നമ്മൾ ഒരു 3 ഡ്രോപ്സ് ആയിട്ട് അങ്ങനെ ഇടും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 3 എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്, 6 എണ്ണം ഉണ്ട്. അങ്ങനെ നമ്മളുടെ ഓരോരോതിനും ഓരോരോ ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ 3 എണ്ണം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിങ്ങനെ ചരിച്ചു കൊടുക്കുക, അതുപോലെ മറ്റേ ഭാഗത്തും ഇതുപോലെ ചരിച്ചു കൊടുക്കുക. ഇനി സെൻറ്ററിൽ അതുപോലെ കൊടുക്കുക. അതിൻ്റെ അറ്റം മാത്രം ഇങ്ങനെ മുട്ടിച്ചാൽ മതി. കണ്ടോ? ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഭംഗിയില്ലേ? ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് തെറ്റാവും. ഇങ്ങനെ ചരിച്ചിട്ട് കണ്ടോ, ഒരു വി പോലെ വരും. പിന്നെ സെൻറ്ററിൽ ഒരു ആരോ മാർക്ക് പോലെ കൊടുക്കുന്നത് ഓരോ രീതിയുണ്ട്. നമ്മൾ നന്നായി പ്രസ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അതിനൊരു ഭംഗിയാണ്. പിന്നെ സാധാ പോലെ കൊടുക്കുമ്പോൾ കണ്ടോ ചന്തമില്ലാത്തത്. ഇതുപോലെ പുഷ് ചെയ്തിട്ട് നല്ല കട്ടിയിൽ തന്നെ കൊടുക്കണം കേട്ടോ. കട്ടിക്ക് തന്നെ കൊടുക്കുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, 3ൻ്റെ അറ്റം ഇതേപോലെ യോജിപ്പിക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.